ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോന്റെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിൽ യൂണിറ്റ് 7, അതായത് മെമ്മറി. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. അതായത്, നിങ്ങളുടെ 10th ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ഡിന്നറിന് എന്താണ് കഴിച്ചത്? നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയുമോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നെ? അപ്പോൾ ഈ ഞാൻ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പം ഈ ആൻസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാ? ഈ മെമ്മറി എന്ന് പറയുന്ന ഒരു മെൻ്റൽ പ്രോസസ്സ് നമുക്ക് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈ ഓർമ്മ ശക്തി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്ന ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സ് നമ്മൾക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്കത് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓർത്തെടുത്തപ്പം എക്സാമിനൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ ഓർത്തെടുത്ത് എഴുതുക ചെയ്യുന്നത് അല്ലേ? അപ്പം ഈ മെമ്മറി എന്ന് പറയുന്ന ആ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനും അതുപോലെ തന്നെ ഒപ്പം മറക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റിൽ എന്താണ് മെമ്മറി, എന്താണ് വിവിധ തരത്തിലുള്ള മെമ്മറികൾ, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് മെമ്മറി, നമ്മുടെ ഓർമ്മശക്തി കൂട്ടാം, അതിനുള്ള ടെക്നീക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഈ ഓർമ്മശക്തിനെ പറ്റി, നമ്മുടെ ഈ ഓർമ്മയെ പറ്റി സൈക്കോളജിസ്റ്റുകൾ കുറേ തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ്, ഈ മെമ്മറി നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്, ആ മെമ്മറി പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലോട്ട് കടന്നാലോ? Memory refers to the ability to retain information and reproducing it over a period of time when required to perform a cognitive task. അതായത് it refers to the ability to retain information. അതായത് നമ്മൾ കാണുന്ന, കേൾക്കുന്ന, നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക, റീറ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് റീപ്രൊഡ്യൂസിങ് ഇറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യുക വെൻ റിക്വയർഡ് ടു പെർഫോം എ കൊഗ്നിറ്റീവ് ടാസ്ക്. ഇപ്പം എക്സാമിൻ്റെ കാര്യം തന്നെ എടുത്തോ, നമ്മൾ പഠിക്കുന്നു, നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മെമ്മറി സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതാണ് എബിലിറ്റി ടു റീറ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് റീപ്രൊഡ്യൂസിങ് ഇറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വെൻ റിക്വയർഡ് ടു പെർഫോം എ കൊഗ്നിറ്റീവ് ടാസ്ക്. ഒരു എക്സാം എന്ന ഒരു കടമ്പ വരുമ്പോൾ നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ? ആൻസർ ഷീറ്റിലോട്ട് നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ ആ മെമ്മറി സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇൻഫർമേഷൻസും നമ്മൾ പേപ്പറിലോട്ട് പകർത്താണ്. അപ്പം ആ ഒരു പ്രോസസ്സ്, ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി. ഇനി ഇറ്റ് ഈസ് എ പ്രോസസ് കംപ്രൈസ്ഡ് ഓഫ് 3 stages: encoding, storage and retrieval. All information received by our senses goes through these stages. അപ്പം ഏതൊരു മെമ്മറി പ്രോസസ്സ് ആയിക്കോട്ടെ, ഈ 3 സ്റ്റേജസിലൂടെയാണ് ഓരോ ഇൻഫർമേഷൻസും കടന്നു പോകുന്നത്. അപ്പോഴാണ് ഒരു മെമ്മറി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പൂർത്തീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ്? എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. അപ്പം 3 സ്റ്റേജസ് ഉണ്ട് കേട്ടോ മെമ്മറിക്ക്. ഏതാ? എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഇനി ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. Encoding. Encoding is the process of converting sensory information into a form that can be processed further by the memory system. അതായത് ഇപ്പം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അപ്പം നമ്മുടെ സെൻസസ്, നമ്മുടെ വിഷ്വൽ, നമ്മുടെ ഐസിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ, നമ്മുടെ ഇയേഴ്സിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ, എന്തൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ആ സെൻസറി സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ മെമ്മറി സിസ്റ്റത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് എന്ത്? എൻകോഡിങ്. അപ്പോൾ സെൻസറി സിസ്റ്റത്തിൽ നിന്ന് സെൻസറി സിസ്റ്റം കളക്ട് ചെയ്യുന്ന ഓരോ ഇൻഫർമേഷനും മെമ്മറി സിസ്റ്റത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ്, സെൻസറി ഇൻഫർമേഷൻ ഇൻറ്റു എ ഫോം, ഒരു പ്രത്യേക രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് എന്ത്? എൻകോഡിങ്. ഇനി സ്റ്റോറേജ്. In the second stage, received information from the memory system are stored so that it can be used at a later day. അപ്പം നമ്മൾ ഈ പഠിച്ചതും കേട്ടതുമായ ഓരോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ സ്റ്റേജിനെയാണ്
എന്ത് പറയുന്ന സ്റ്റോറേജ്. ഇനി റിട്രീവൽ, ഇറ്റ് റിഫേഴ്സ് ടു ലൊക്കേറ്റിംഗ് ആൻഡ് ബ്രിങ്ങിങ് ദ സ്റ്റോർഡ് മെറ്റീരിയൽ ഇൻഫർമേഷൻ ടു വൺസ് അവയർനെസ് വെൻ റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, റിട്രീവൽ. അപ്പം മെമ്മറിക്ക് 3 സ്റ്റേജസ് ഉണ്ട്. എൻകോഡിങ്, എല്ലാ ഇൻഫർമേഷനെയും ഒരു ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സ്റ്റോറേജ്, ആ കൺവേർട്ട് ചെയ്ത എല്ലാ ഇൻഫർമേഷനും നമ്മുടെ മെമ്മറി സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. റിട്രീവൽ, സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ ആവശ്യമുള്ള സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് മെമ്മറി. മെമ്മറി, നമ്മുടെ ഓർമ്മ എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം. അപ്പം മെമ്മറി ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഏതൊക്കെയാ? ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി. ഡിക്ലറേറ്റീവിന്റെ വേറൊരു പേരാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. നോൺ ഡിക്ലറേറ്റീവ് അഥവാ ഇംപ്ലിസിറ്റ് മെമ്മറി. ദെൻ സെൻസറി മെമ്മറി. അപ്പൊ 3 ഡിവിഷനാണ് വരുന്നത്: ഡിക്ലറേറ്റീവ് മെമ്മറി, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി ആൻഡ് സെൻസറി മെമ്മറി, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്, സെൻസറി മെമ്മറി. ഓക്കെ, ഇനി ഡിക്ലറേറ്റീവ് ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി. It refers to that memory system which can be controlled consciously and for which we are aware of in some form. It involves effort and intention, and it generally declines with the age. Recalling the name of a friend, remembering a contact number or ATM pin involves declarative memory. അപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുന്ന മെമ്മറിയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദി. ഓട്ടോറിക്ഷയ്ക്ക് 3 വീൽസ് ഉണ്ട്. അല്ലെങ്കിൽ ഫ്രോഗ് എന്ന് പറയുന്നത് ഒരു ആംഫീബിയൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ പേര് ഓർത്ത് വെക്കുന്നത്, ATM നമ്പർ ഓർത്ത് വെക്കുന്നത്, അതൊക്കെ ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്, ഒരു വസ്തുതകളാണല്ലേ. ഈ കാര്യം ഓർത്ത് വെക്കുന്നതിനാണ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഒരു കോൺഷ്യസ് അവയർനെസ് അവിടെ ഉണ്ട് അല്ലേ, വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് കോൺഷ്യസ്ലി. അതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ 3 സബ് സിസ്റ്റമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? വർക്കിംഗ് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി, അതുപോലെ തന്നെ എപ്പിസോഡിക് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ബെഞ്ച് മാർക്ക് ഓഫ് കോൺഷ്യസ്നസ്, നമ്മുടെ ബോധ മനസ്സിന്റെ ബെഞ്ച് മാർക്ക് ആയിട്ടാണ് വർക്കിംഗ് മെമ്മറി അറിയപ്പെടുന്നത്. അതായത് നമുക്കിപ്പോൾ ഇമ്മീഡിയറ്റ് യൂസിന് ആവശ്യമുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് വർക്കിംഗ് മെമ്മറിയുടെ പ്രവർത്തനം. അതായത് ഒരു ഫോൺ നമ്പർ ഒരു ബുക്കിൽ നോക്കി നമ്മൾ ഫോണിൽ ഡയൽ ചെയ്യുന്നത് വർക്കിംഗ് മെമ്മറിയാണ്. അപ്പം ആ ഒരു അപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് വേഗം ചെയ്യാനായിട്ട് ആ ഒരു ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന മെമ്മറിയാണ് വർക്കിംഗ് മെമ്മറി. ഇനി സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് ഫാക്ട്സ്, ലോജിക്, കോൺസെപ്റ്റ്, റൂൾസ്, ഐഡിയാസ്, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അതായത് 1 + 2 = 3 ആണ് എന്ന് നമുക്കറിയാം. അതൊരു ഫാക്ട്, ഒരു ലോജിക് ആണല്ലേ അവിടെ. അപ്പം അതൊക്കെയാണ് സെമാൻറ്റിക് മെമ്മറി. നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ STD കോഡ് ഓഫ് ന്യൂ ഡൽഹി എന്ന് പറയുന്നത് 011. അതുപോലെ തന്നെ ഇപ്പം നോൺ വയലൻസ് എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നോൺ വയലൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നോൺ വയലൻസ് എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ എന്താണ് നോൺ വയലൻസ് നമുക്ക് അറിയാം അല്ലേ. അപ്പം അതാണ് സെമാൻറ്റിക് മെമ്മറി. ഫാക്റ്റുകൾ, ലോജിക്കുകൾ, കോൺസെപ്റ്റ്, റൂൾസ്, ഐഡിയാസ്, അതൊക്കെയാണ് സെമാൻറ്റിക് മെമ്മറി. ഒരു കാര്യത്തിൻ്റെ മീനിങ് മനസ്സിലാക്കി നമ്മൾ ഓർത്ത് വെക്കുന്ന കാര്യങ്ങളാണ് സെമാൻറ്റിക് മെമ്മറിയിൽ വരുന്നത്. ഇനി എപ്പിസോഡിക് മെമ്മറി, അതായത് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കുന്നതാണ്, ലൈഫ് ഈവൻസ് ഓർത്ത് വെക്കുന്നതാണ് നമ്മുടെ എപ്പിസോഡിക് മെമ്മറി. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ, അത് മിക്കവർക്കും ഓർമ്മയുണ്ടാവില്ല. എന്നാലും ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത നമ്മുടെ ഓരോ ബർത്ത്ഡേകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫെയർവെല്ല്, നമ്മുടെ ഫ്രഷേഴ്സ് ഡേ, ഇതെന്നൊക്കെ പറയുന്ന ഓരോ ലൈഫ് ഈവൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ട്രോഫി കിട്ടിയ ദിവസം, ഒരു പ്രൈസ് കിട്ടിയ ദിവസം, എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കാനാവാത്ത ഓരോരോ ലൈഫ് ഈവൻസ് ആണ്, ഓരോ എപ്പിസോഡ്സ് ഓഫ് ലൈഫ് ആണല്ലേ. അപ്പം അതിനെ നമ്മൾ ഓർത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മെമ്മറിയാണ് ഇത് എപ്പിസോഡിക് മെമ്മറി.
അപ്പം മൊത്തത്തിൽ ഡിക്ലറേറ്റീവ് ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ച്വൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മെമ്മറിയാണ് ഡിക്ലറേറ്റീവ് അഥവാ എക്സ്പ്ലിസിറ്റ് മെമ്മറി. അവിടെ നമ്മുടെ ഒരു കോൺഷ്യസ് അവയർനെസ്, ഒരു കോൺഷ്യസ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു മെമ്മറീനെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വയസ്സാവും തോറും കുറഞ്ഞു വരും. നമ്മുടെ ആ മെമ്മറി അത് കുറഞ്ഞു വരും അല്ലേ. അതായത് ഇപ്പം നമ്മുടെ കോൺഷ്യസ് അവയർനെസ് അവിടെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ വയസ്സായ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മ അവരുടെ അടുത്തേക്ക് ഇപ്പം നമ്മൾ ചോദിക്കണം ഇപ്പം ആരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ 100-ൽ നിന്ന് ഒരു 50 കുറച്ച് എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാം അവർക്ക്. അപ്പൊ ഈ പറയുന്ന മെമ്മറിയൊക്കെ വയസ്സാവും തോറും ഡിക്ലൈൻ ചെയ്ത് വരുന്ന മെമ്മറികളാണ്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയിലേക്ക് പോവാണ്, അതായത് നോൺ ഡിക്ലറേറ്റീവ് ഓർ ഇംപ്ലിസിറ്റ് മെമ്മറി. അതായത് ദി സിസ്റ്റം ഓഫ് മെമ്മറി ഫോർ വിച്ച് വി പോസസ് നോ അവയർനെസ്. ഇറ്റ് വർക്ക്സ് അൺകോൺഷ്യസ്ലി ആൻഡ് വിത്തൗട്ട് എനി എഫേർട്സ് ആൻഡ് ഇന്റൻഷൻസ്. ഇറ്റ് ഈസ് അൺഎഫക്റ്റഡ് ബൈ ഏജിങ്. ഈ നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അതായത് ഇപ്പം എങ്ങനെയാണ് ഒരു സൈക്കിൾ ഓടിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സൈക്കിൾ ഓടിക്കുന്നതെന്ന് അറിയാം, പക്ഷെ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളത് നമുക്കറിയത്തില്ല അല്ലെ. അതൊരു സ്കില്ലാണ്, ഒരു കഴിവാണല്ലേ. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നത്. അപ്പം അതിന് 3 ഫോംസ് ഉണ്ട്, അതായത് പ്രൈമിങ്, കണ്ടീഷനിങ് ആൻഡ് മോട്ടോർ ഓർ പ്രൊസീജിയറൽ മെമ്മറി. പ്രൈമിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഈ പറഞ്ഞ ഇംപ്ലിസിറ്റ് മെമ്മറി 3 രീതിയിൽ കാണപ്പെടുന്നു. അപ്പം പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, അതായത് നോൺ വെർബൽ ആയിട്ട് നമുക്ക് വേർബലായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, അതായത് വാക്കുകളിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ മെഷർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യൽ, ഓർത്തിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെമ്മറിയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടീഷനിങ് എന്ന് പറയുന്നത് 2 സ്റ്റിമുലസ് തമ്മിൽ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഓരോ കാര്യങ്ങളും ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതാണ് കണ്ടീഷനിങ്. പിന്നെ മോട്ടോർ ഓർ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രൊസീജിയർ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽ, ഒരു സൈക്കിൾ എങ്ങനെയാണ് ഓടിക്കുന്നത് അല്ലെങ്കിൽ ഒരു പിയാനോ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണല്ലേ. നമുക്ക് ഒരാളോട് അത് പറയാനായിട്ട് സാധിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ് പ്രൊസീജിയറൽ മെമ്മറിയിൽ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് എന്ത് നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി. നമ്മുടെ കഴിവുകള്, സ്കില്ലുകള്, ഈ എബിലിറ്റീസ് ഇതൊക്കെയാണ് ഈ മെമ്മറിയിൽ വരുന്നത്. ഇപ്പൊ വൺസ് നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ജീവിതകാലത്ത് മറക്കില്ല. ഇപ്പൊ ടൈപ്പിംഗ് ഒരു ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. ടൈപ്പിംഗ് പഠിച്ചിരിക്കുന്ന ഒരാള് പിന്നീട് അത് ഓരോ ദിവസം കഴിയുമ്പോൾ അയാൾ ആ ഒരു ടൈപ്പിംഗിൽ എക്സ്പേർട്ടായി വരാണല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത്, ഈവൻ കീബോർഡിലോട്ട് നോക്കാതെ പോലും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അവരുടെ ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നത്. അതായത് ആ ഒരു കീബോർഡിന്റെ എല്ലാ ലെറ്റേഴ്സും എവിടെയാണെന്ന് ഓൾറെഡി അയാൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു സ്കില്ലാണ്, ഒരു കഴിവാണ്. ഇപ്പം സൈക്ലിംഗ് ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ജീവിതകാലത്ത് നമ്മളത് മറക്കുന്നില്ല. അതാണ് ഈ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ പ്രത്യേകത. അതായത് വയസ്സാവും തോറും ഈ ഒരു മെമ്മറി അവിടെ കുറയുന്നില്ല. പക്ഷെ നമ്മൾ മുന്നേ പഠിച്ച എക്സ്പ്ലിസിറ്റ് മെമ്മറിയോ വയസ്സാവും തോറും നമ്മുടെ ആ മെമ്മറി പതുക്കെ ഫെയ്ഡായി വരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് മെമ്മറിയാണ് സെൻസറി മെമ്മറി. സെൻസറി മെമ്മറി വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലീറ്റിംഗ് മെമ്മറി, സംടൈംസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് അവർ പെർസെപ്ഷൻ ഫോർ എ ബ്രീഫ് പീരിയഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ഹിയർ ദാറ്റ് അവർ സെൻസറി രജിസ്റ്റർ വർക്ക്സ് as a memory system. The information from the environment first reaches sensory memory, and if required attention is given to the information, it moves to other memory system. It can store information only for 200 to 500 milliseconds. അപ്പൊ സെൻസറി മെമ്മറി ആ വാക്കിൽ തന്നെ ഉണ്ട്. നമ്മുടെ സെൻസസിൽ കൂടെ നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സെൻസറി മെമ്മറിയുടെ
ഫങ്ഷൻ. അപ്പം അവിടെ നിയർലി ലെസ് ദാൻ 1 സെക്കൻഡ് ഒക്കെയാണ് ഒരു സെൻസറി മെമ്മറിയിൽ ആ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ ഒരു പ്രോപ്പർ അറ്റൻഷൻ അതിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അടുത്തൊരു സ്റ്റേജിലോട്ട് ആ ഒരു ഇൻഫർമേഷൻ പോകും. അത് നമ്മൾ ഇനി വരുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സെൻസറി മെമ്മറിയുടെ വേറൊരു പേരാണ് ഫ്ലീറ്റിംഗ് മെമ്മറി. ഓക്കെ, അതായത് നമ്മുടെ സെൻസസിലൂടെ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സെൻസറി മെമ്മറിയുടെ ഫംഗ്ഷൻ. ലെസ് ദാൻ എ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ കുറവ് 200 to 500 മില്ലി സെക്കൻഡ്സ് ഒക്കെ വരെയാണ് ഇൻഫർമേഷൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പൊ അതാണ് സെൻസറി മെമ്മറി. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് മെമ്മറി പഠിച്ചു: എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, അതുപോലെ തന്നെ സെൻസറി മെമ്മറി. ഇനി നെക്സ്റ്റ് നമ്മൾ മോഡൽസ് ഓഫ് മെമ്മറി, അതായത് ഞാൻ തിയറീസ് ഓഫ് മെമ്മറി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് മോഡൽസ് ഓഫ് മെമ്മറിയിൽ വരുന്നത്. അതായത് നമുക്ക് 3 മോഡൽസ് ആണ് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് മോഡലാണ് ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി. Atkinson and Shiffrin 1968 proposed a model for memory known as stage model of memory or modal model. അതായത് അറ്റ്കിൻസണും ഷിഫറിനും പറഞ്ഞ 2 പേര് മെമ്മറിനെ പറ്റി ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. ഏത് വർഷം? 1968. ആ മോഡൽ അറിയപ്പെടുന്നത് 2 വിധത്തിലാണ്: സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി അഥവാ മൊഡാൽ മോഡൽ ഓഫ് മെമ്മറി എന്നുള്ളത്. അപ്പം അറ്റ്കിൻസൺ ആൻഡ് ഷിഫറിൻ എങ്ങനെയാണ് ഈ മോഡൽ പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ മെമ്മറിനെ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ നമുക്കറിയാലോ, ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു, പിന്നെ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു, ദെൻ ഇറ്റ് ഗീവ്സ് ദി ഔട്ട്പുട്ട്, അല്ലെ? അപ്പം ആ ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും വർക്ക് ചെയ്യുന്നത്. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ മെമ്മറി സിസ്റ്റം സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫറിൻ പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള മെമ്മറി സിസ്റ്റം ആണ് ഉള്ളതെന്നാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫറിൻ പറയണേ. ഏതൊക്കെയാ? സെൻസറി മെമ്മറി, അതുപോലെ തന്നെ ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസസിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷനുമാണ് സെൻസറി മെമ്മറി. വിഷ്വൽ ഇൻഫോർമേഷൻ ആവാം, ഓഡിറ്ററി ആവാം, ഓൾഫാക്ടറി ആവാം, ഗസ്റ്റേറ്ററി ആവാം. അപ്പം ആ ഇൻഫർമേഷൻ ഒക്കെയാണ് സെൻസറി മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. അത് ലെസ് ദാൻ 1 സെക്കൻഡ് ഒക്കെ ഉള്ളൂ ആ ഒരു മെമ്മറി നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നുള്ളൂ. ഇനി ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ സെൻസറി മെമ്മറിയിലുള്ള ഇൻഫർമേഷനിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ? പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നമ്മളൊരു അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ ആ മെമ്മറി എൻറ്റേഴ്സ് ഇൻ ടു എവിടെ? ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്ക്, ലെസ് ദാൻ 30 സെക്കൻഡ്സ് നേരത്തോട്ടൊക്കെയാണ് ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ മെമ്മറി സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ നോക്കി ഡയൽ ചെയ്യുന്നത് ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു ഉദാഹരണമാണ്. ആ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമാണല്ലേ ആ ഒരു ഫോൺ നമ്പർ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നീട് ഫോൺ ഡയൽ ചെയ്ത് ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് ഷോർട്ട് ടൈം മെമ്മറി. ഷോർട്ട് ടൈം മെമ്മറിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഫോൺ നമ്പർ നോക്കി നമ്മൾ ഡയൽ ചെയ്യുന്നുള്ള. ഒരു ബുക്കിൽ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോക്കി നമ്മൾ ഫോണിൽ ഡയൽ ചെയ്യുന്നത് ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു ഉദാഹരണമാണ്. കാരണം ഒരു 30 സെക്കൻഡ്സ്, ആ ഒരു അത്രയും നേരത്തേക്ക് മാത്രമാണ് ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലോങ് ടേം മെമ്മറി. അതായത് പെർമനന്റ് സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ഇൻഫർമേഷൻ എന്നാണ് ഈ ലോങ് ടേം മെമ്മറി അറിയപ്പെടുന്നത്. അതായത് ലോങ് ടേം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് എല്ലാം പെർമനന്റ് ആണല്ലേ, അത് ഡീകേ ചെയ്യുന്നില്ല. പെർമനന്റ് സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ഇൻഫർമേഷൻ ആണ്. അപ്പം നമ്മളിപ്പോ ചെറുപ്പകാലം നടന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് അത് ലോങ് ടേം മെമ്മറി ഉള്ളതാണ്. ഇന്നലെ കഴിച്ച കാര്യം ഒക്കെ നമ്മൾ ഓർത്തെടുക്കുന്നത് എന്താ? ലോങ് ടേം മെമ്മറി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ലോങ് ടേം മെമ്മറി ഈസ് കൺസിഡേർഡ് ആസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ കൈൻഡ് ഓഫ് മെമ്മറി. യു ക്യാൻ റിമെമ്പർ തിങ്സ് ഫ്രം ലാസ്റ്റ് ഈവനിങ് ടു സിൻസ് യുവർ ചൈൽഡ്ഹുഡ് ഡ്യൂ ടു ദിസ് സിസ്റ്റം ഓഫ് മെമ്മറി. നമ്മൾ ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം മുതൽക്ക് ചെറുപ്പകാലം തൊട്ട് നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ ലോങ് ടേം മെമ്മറി നമുക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇതാണ് അറ്റ്കിൻസൺ ഷിഫറിന്റെ മോഡലിൽ മെയിൻ ആയിട്ട് 3 മെമ്മറി സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. അപ്പൊ അതാണ് ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി പറയുന്നത്.
ഇനി ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇൻകമിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസസിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആദ്യം സെൻസറി മെമ്മറിയിലോട്ട് കയറുന്നു. അതിൽ നിന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ മാത്രം ഷോർട്ട് ടേം മെമ്മറിയിലോട്ട് കയറുന്നു. അറ്റൻഡ് ചെയ്യാത്തതൊക്കെ ഫെയ്ഡ് ചെയ്ത് പോയി, ലോസ്റ്റ് ആയി. ഷോർട്ട് ടേം മെമ്മറിയിൽ ഉള്ളത് നമ്മൾ റിഹേഴ്സ് ചെയ്യാണ്. ഇപ്പം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് റിഹേഴ്സ് ചെയ്യാണ്. നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിഹേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം, റിഹേഴ്സൽ സംഭവിക്കുന്ന ഇൻഫർമേഷൻസ് എങ്ങോട്ട് പോകുന്നു? ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നു. ഈ റിഹേഴ്സ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവിടെ ലോസ്റ്റ് ചെയ്യപ്പെടാണ്. അപ്പൊ ഇപ്പൊ ലോങ് ടേം മെമ്മറിയിലായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഒത്തിരി ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പൊ ചില ഇൻഫർമേഷനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓർത്തെടുത്തില്ലെങ്കിൽ, നമ്മളത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ചില ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ ഫെയ്ഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയില്ല എന്ന് നമ്മൾ പറയത്തില്ല, പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടായിരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സമയം കഴിയുന്തോറും നമ്മൾ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മറന്നുപോകും. കാരണം നമ്മളത് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ആ കാര്യങ്ങൾ. അപ്പൊ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ മറന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് മോഡലാണ് ദ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ. അത് പ്രപ്പോസ് ചെയ്തത് ആരാ? ക്രേക്ക് ആൻഡ് ടുൾവിംഗ് ആണ്. അക്കോർഡിംഗ് ടു ദ മോഡൽ ഓഫ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്, വെദർ ദ ഇൻഫർമേഷൻ വിൽ ബി റിട്രീവ് സക്സസ്ഫുള്ളി ഓർ നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്. അതായത് ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യപ്പെടണോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഫെയ്ഡ് ചെയ്യണോ ലോസ്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡലാണ്. നമ്മളത് എത്രമാത്രം ഡീപ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നോ അത്രത്തോളം ഫോർഗെറ്റിങ്ങിന്റെ ചാൻസ് അവിടെ കുറയുകയും മെമ്മറി, ആ ഓർമ്മ അവിടെ കൂടുകയും ചെയ്യുന്നു എന്നാണ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ പറയുന്നത്. മെയിനായിട്ട് 3 തരത്തിലാണ് നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് ഫിസിക്കൽ ഓർ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ്, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു ഇൻഫർമേഷന്റെ മെയിനായിട്ട് ഫിസിക്കൽ ഒരു സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്ത് ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഫിസിക്കൽ ഓർ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഫൊണോളജിക്കൽ പ്രോസസ്സിംഗ്, ആ ഒരു കാര്യം എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതാണ് ഫൊണോളജിക്കൽ പ്രോസസ്സിംഗ്. സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മനസ്സിലാക്കി നമ്മൾ ആ ഒരു കാര്യം പഠിക്കുന്നതാണ് സെമാൻറ്റിക് പ്രോസസ്സിംഗ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആപ്പിൾ എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് റെഡ് കളർ അല്ലെങ്കിൽ ഉരുണ്ടിരിക്കുന്ന ആ ഒരു ഇമേജ് വരും. അതാണ് ഫിസിക്കലോ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ്. നമ്മൾ ആ ഒരു ആപ്പിൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ, റെഡ് കളറാണ്, ഉരുണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതാണ് ഫിസിക്കലോ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ്. അതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എൻകോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫൊണോളജിക്കൽ പ്രോസസ്സിംഗ്, ആപ്പിൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ, അതാണ് ഫൊണോളജിക്കൽ. അതിന്റെ സൗണ്ട്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ എൻകോഡ് ചെയ്യുന്നതാണ് ഫൊണോളജിക്കൽ പ്രോസസ്സിംഗ് എന്നുള്ളത്. സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അതിന്റെ മീനിങ്, ആപ്പിൾ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ആണ്, അതൊരു വെജിറ്റബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ഏതൊരു കാര്യമായിക്കോട്ടെ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും മനസ്സിലാക്കി പഠിക്കുന്നതോറും, അതിന്റെ ആ ഡീപ്പ് ലെവൽ പ്രോസസ്സിംഗ് നടക്കുന്തോറും നമ്മൾ അതിന്റെ ഫൊഗറ്റിങ്ങിന്റെ ചാൻസ് കുറയുകയും ആ മെമ്മറി കൂടുകയും ചെയ്യുന്നു എന്നാണ് ഈ ഒരു മോഡൽ പറയുന്നത്. അതാണ് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇന്റഗ്രേറ്റീവ് മോഡൽ അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി. അതായത് വർക്കിംഗ് മെമ്മറി ഞാൻ ഓൾറെഡി പറഞ്ഞു, ബെഞ്ച് മാർക്ക് ഓഫ് കോൺഷ്യസ്നെസ്. നമുക്ക് ആ ഇമ്മീഡിയറ്റ് യൂസിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന മെമ്മറിയാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ലിമിറ്റഡ് കപ്പാസിറ്റി സിസ്റ്റം ഫോർ ടെമ്പററി സ്റ്റോറേജ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ കോംപ്ലക്സ് ടാസ്ക് സച്ച് ആസ് കോംപ്രിഹെൻഷൻ, ലേണിംഗ് ആൻഡ് റീസണിങ്. ഇനി വർക്കിംഗ് മെമ്മറിനെ പറ്റി സ്റ്റഡി ചെയ്ത സൈക്കോളജിസ്റ്റ് ആണ് ബാഡ്ലി. ബാഡ്ലീസ് മോഡൽ ഓഫ് വർക്കിംഗ് മെമ്മറി കൺസിസ്റ്റ് ഓഫ് 4 components: the central executive, phonological loop, the spatial sketchpad and the episodic buffer. അപ്പം ബാഡ്ലി പറയുന്നത് എന്താ, വർക്കിംഗ് മെമ്മറിക്ക് 4 സിസ്റ്റം അല്ലെങ്കിൽ 4 കമ്പോണൻസ് ഉണ്ടെന്നാണ്. അപ്പം അത് എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സെൻട്രൽ എക്സിക്യൂട്ടീവ്. സെൻട്രൽ എക്സിക്യൂട്ടീവ് നമുക്കറിയാലോ, സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ മെയിൻ ഫങ്ഷൻ എന്തായിരിക്കും, ആ ബാക്കി 3 പ്രോസസ്സുകളെ, ബാക്കി 3 കമ്പോണൻസിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ മെയിൻ ആയിട്ടുള്ള
ഫങ്ഷൻ. ഓക്കെ, അപ്പം ഏതൊക്കെ മെമ്മറി ലോങ് ടേം മെമ്മറിയുടെ ഭാഗമാവണം, ഏതൊക്കെ മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടണം, ഏതൊക്കെ മെമ്മറി ഫെയ്ഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, ഇത് മൊത്തത്തിൽ ഒരു കൺട്രോൾ ചെയ്യുന്നതാണ് ആര്, ഈ പറയുന്ന സെൻട്രൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, ദി എക്സിക്യൂട്ടീവ് ഇൻ അവർ വർക്കിംഗ് മെമ്മറിയാണ് സെൻട്രൽ മെമ്മറി. കോർഡിനേറ്റ്സ് ആൻഡ് റെഗുലേറ്റ്സ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻ ബിറ്റ്വീൻ ദി സബോർഡിനേറ്റ് സിസ്റ്റം, നെയിംലി ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്കെച്ച് പാഡ് ആൻഡ് എപ്പിസോഡിക് ബഫർ. ഈ പറഞ്ഞ ബാക്കി 3 സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, മീഡിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ആര്, ദ സെൻട്രൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ ഇസ് ഫോണോളജിക്കൽ ലൂപ്പ്. Phonological loop is responsible for storing verbal and auditory information. Phonological loop എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, നമുക്ക് വെർബലി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന ഫോണോളജിക്കൽ ലൂപ്പാണ്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണോളജിക്കൽ ലൂപ്പ്, നമ്മളിപ്പോ ഈ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്തില്ലെങ്കിൽ അത് വിത്തിൻ 2 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഫെയ്ഡ് ചെയ്ത് പോകും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പം അതിന് 2 കമ്പോണൻസ് ഉണ്ട്, ഫോണോളജിക്കൽ സ്റ്റോറും അതുപോലെ തന്നെ ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്. ഫോണോളജിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നിമിഷത്തോട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഫോണോളജിക്കൽ സ്റ്റോർ. ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളത് റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഫോണോളജിക്കൽ ലൂപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കും, വിച്ച് പ്രിവെന്റ് ഫ്രം ഡീക്കേയിങ്, ആ ഫോർഗെറ്റിംഗിൽ നിന്ന് തടയും. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഫോൺ നമ്പർ പറഞ്ഞിട്ട് ഇത് മറക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ പോയി കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ നമ്മൾ കേട്ട് അത് ഓർത്ത് വെക്കുന്നതാണ് എന്ത്, ഈ ഫോണോളജിക്കൽ ലൂപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള, പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നതാണ് എന്ത്, ഫോണോളജിക്കൽ ലൂപ്പിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. അതായത് ഇറ്റ് ഗീവ്സ് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻഫർമേഷൻസ്. നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഒരു സ്പേഷ്യസിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഓർത്ത് വെക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റോറി, ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ നമ്മൾ ഇമാജിൻ ചെയ്യൂലേ, നമ്മൾ വിഷ്വലൈസ് ചെയ്യും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. ഒരു പസിൽ സോൾവ് ചെയ്യുമ്പോൾ, ചെസ് ഗെയിം കളിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് മെന്റലി വിഷ്വലൈസ് ചെയ്ത് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. ഇനി എപ്പിസോഡിക് ബഫർ. എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്നത് മറ്റ് 2 കമ്പോണൻസ്, അതായത് ഫോണോളജിക്കൽ ലൂപ്പ് അതുപോലെ തന്നെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളും ഒപ്പം കാണുന്നതായിട്ടുള്ള കാര്യം നമ്മൾ ലോങ് ടേം മെമ്മറി ആയിട്ട് കമ്പൈൻ ചെയ്ത്, ഇപ്പൊ നമ്മൾ എന്താണ് കണ്ടത്, എന്താണ് കേട്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സെൻസിബിൾ ആയിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് തരുന്ന ഒരു കമ്പോണന്റ് ആണ് എപ്പിസോഡിക് ബഫർ. കണ്ടോ, for generating an unitary episodic representation of information. Thus, this component helps us in making a sense of the received information. നമ്മളിപ്പോൾ എന്താണ് കണ്ടത്, എന്താണ് കേട്ടത് എന്ന് സെൻസിബിൾ ആയിട്ടൊരു അതിനെ മാറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കമ്പോണന്റ് ആണ് എന്ത്, എപ്പിസോഡിക് ബഫർ. ഓക്കെ, അപ്പം അതാണ് ഈ പറഞ്ഞ മോഡൽ. ഓക്കെ, ഇനി നോക്കിയേ, അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ട്, അപ്പോൾ SAക്ക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വിത്ത് പിക്ചർ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഫോണോളജിക്കൽ ലൂപ്പ്, എപ്പിസോഡിക് ബഫർ ആൻഡ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ഈ പറഞ്ഞ 3 കമ്പോണൻസിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്റഗ്രേറ്റീവ് മോഡൽ, അതായത് വർക്കിംഗ് മെമ്മറി. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ വർക്കിംഗ് മെമ്മറിയുടെ മോഡൽസ് എല്ലാം കവർ ചെയ്തു. ഇനി കൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്. എന്തുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകുന്നത്, അല്ലേ, എന്തുകൊണ്ടാണ് ഫോർഗെറ്റിംഗ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹെർമൻ എബിംഗോസ്. അപ്പൊ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ്, അതായത് ഹെർമൻ എബിംഗോസ്. അദ്ദേഹമാണ് ഈ ഒരു ഫോർഗെറ്റിംഗ്, ഈ മറവിനെ പറ്റി പഠിച്ചത്. ജർമ്മൻ സൈക്കോളജിസ്റ്റ് കണ്ടക്ടഡ് ദ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് എക്സ്പെരിമെന്റ് ഇൻ 1879. അതായത് ഫോർഗെറ്റിംഗിൽ ആദ്യത്തെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ആരാണ്, ഈ പറയുന്ന ഹെർമൻ എബിംഗോസ് ആണ്. ഏത് വർഷം, 1879. ഹി ക്രിയേറ്റഡ് മെനി CVC, അതായത് constant vowel constant nonsense syllables such as NAK, PUD and administered on himself. അതായത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറെ നോൺസെൻസ് സിലബിൾസ് ക്രിയേറ്റ് ചെയ്തു. അതായത് ചുമ്മാ ഇങ്ങനെ കുറെ വാക്കുകൾ, കുട്ടി കുട്ടി വാക്കുകൾ അയാൾ
അയാൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഫൊഗറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പഠിച്ചത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദ മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് ആൻ എക്സ്പെരിമെന്റ് ഓൺ വൺ സെൽഫ് ഓൺലി ആൻഡ് യൂസിങ് യുവർ ഓൺ എക്സ്പീരിയൻസ് ഇസ് നോൺ ആസ് എ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. അപ്പം അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹത്തിൽ തന്നെയാണ്, അയാളിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്തത്. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് എന്താണ് എബിംഗോസ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം കുറേ ഇതുപോലെ വാക്കുകൾ ക്രിയേറ്റ് ചെയ്തു. NAK, PUD, അപ്പം CUK, ഇങ്ങനെ കുറേ വാക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾ അത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഓരോ പ്രാവശ്യം ഓർത്തെടുക്കും തോറും ഓരോ ടൈം ഇൻ്റർവെൽ ഇടവിട്ട് അയാൾ അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഓർത്തെടുത്തപ്പോൾ കുറേ വേർഡ്സ് ഒക്കെ മിസ്സായിപ്പോയി, കുറേ വേർഡ്സ് അയാൾ ഫൊഗറ്റ് ചെയ്തു. അതൊക്കെ അയാൾ നോട്ട് ചെയ്ത് വെച്ചു, എത്ര വേർഡ്സ് അയാൾ ഫൊഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ രണ്ടാമത് കുറേ ട്രയൽസ് അയാൾ ചെയ്ത് അയാൾ ആ ഫുൾ ലെറ്റേഴ്സ് മെമ്മറൈസ് ചെയ്തെടുത്തു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം വരച്ച ഒരു കേർവിന് അറിയപ്പെടുന്നതാണ് എബിംഗോസ് ഫോർഗെറ്റിംഗ് കേർവ്. അതായത് ആ കേർവ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കൂടുന്തോറും ആ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. അതായത് ആ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് റിഹേഴ്സ് ചെയ്യുന്തോറും ആ ഒരു ഫോർഗെറ്റിംഗ് അതിൻ്റെ റേറ്റ് കുറഞ്ഞു വന്നു. ഇപ്പം ഇതെന്ന് പറയുന്ന ഡേയ്സ് ആണ് കാണിക്കുന്നത്. X ആക്സിസ് ഡേയ്സും Y ആക്സിസ് എന്ന് പറയുന്നത് ആ റിട്ടൻഷൻ, എത്രത്തോളം ആ മെമ്മറി ഓർത്ത് വെക്കാൻ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം പറയുന്നത് ഇപ്പം ഫസ്റ്റ് ഡേ, ഇപ്പം ഈ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കുറേ വേർഡ്സ് അദ്ദേഹം മറന്നുപോയി. പിന്നെ രണ്ടാമത്തെ ഡേ ഒക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടി വേർഡ്സ് ഓർത്തെടുക്കാൻ പറ്റി. പിന്നെ ഇങ്ങനെ കൂടുന്തോറും എന്ത് പറ്റി, കുറേ വേർഡ്സ് അയാൾക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അതായത് ആ ഫോർഗെറ്റിങ്ങിൻ്റെ റേറ്റ് അവിടെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് എബിംഗോസിൻ്റെ ഫോർഗെറ്റിംഗ് കേർവ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർഗെറ്റിംഗ് എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ തിയറീസ്, വേറെ കുറേ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഫൊഗെറ്റിംഗ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തിയറി ഓഫ് ഇൻ്റർഫിയറൻസ് എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് തിയറി ഫൊർഗെറ്റിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻ്റർഫിയറൻസ് വിത്ത് അതർ മെമ്മറീസ്. ദിസ് ഇൻ്റർഫിയറൻസ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. അതായത് ഇപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടല്ലേ, അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഇൻ്റർഫിയറൻസ് സംഭവിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും നമ്മൾ ചിലപ്പം കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതിനെയാണ് തിയറി ഓഫ് ഇൻ്റർഫിയറൻസ്. അപ്പം ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാറിപ്പോയി, നമ്മളപ്പോൾ അതൊക്കെ മറന്നു പോകും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതിൽ 2 തരത്തിലുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ട്. പ്രൊവാക്റ്റീവ് ഉണ്ട്, റിട്രോ ആക്റ്റീവ് ഉണ്ട്. പ്രൊവാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഗെറ്റിംഗ് ഓഫ് ന്യൂലി അക്വയർഡ് ഇൻഫർമേഷൻ ഡ്യൂ ടു ഇൻ്റർഫിയറൻസ് ഫ്രം പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ. നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോകുന്നു. അത് അതിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ആ ഒരു ന്യൂ ഇൻഫർമേഷൻ പഠിച്ചെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഈ വർഷം 2022 ആണല്ലേ, അപ്പം ആ ഒരു 2022 ആയപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതുന്ന സമയത്ത്, ഇപ്പോൾ ജാനുവരി 2022 തുടക്കത്തിലൊക്കെ നമ്മൾ ഡേറ്റ് എഴുതുന്ന സമയത്ത് ചിലപ്പം 21 എന്നായിരിക്കും അവസാനം എഴുതുക. കാരണം എന്താ, ഇത്രയും നാൾ നമ്മൾ എഴുതി വന്നത് 21 എന്നാ. ഒരു 2022 എന്ന് നമ്മൾ ലേൺ ചെയ്തെടുക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. അല്ലാതെ നമ്മളവിടെ മറന്നു പോവാണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം നമ്മൾ പുതിയൊരു കാര്യം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയാണല്ലോ, അവിടെ ഇൻ്റർഫിയർ ചെയ്യാണ്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ ഒരു 2022 എന്നുള്ളതിലേക്ക് വരും. അപ്പോൾ അതാണ് പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ്. പുതിയ കാര്യം പഠിക്കുന്നതിലൊരു തടസ്സം നമ്മൾ നേരിടുന്നു എന്നുള്ളത്. അതാണ് പ്രൊആക്റ്റീവ് ഇൻ്റർഫിയറൻസ്. ഈ റിട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ്, അതായത് ഫോർഗെറ്റിംഗ് ഓഫ് പ്രീവിയസ്ലി സ്റ്റോർഡ് ഇൻഫർമേഷൻ ഡ്യൂ ടു ലേണിംഗ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് പഴയ കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ പേര്, എംപ്ലോയേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. കാരണം ഇപ്പം നമ്മൾ വേറെ കുറേ കമ്പനീസിൽ വർക്ക് ചെയ്തു, നമ്മൾ കുറേ വേറെ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു പഴയ ഇൻഫർമേഷൻ നമ്മൾ മറന്നു പോകുന്നു. കുറേ പേരുടെ പേരായപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോകും. നമ്മുടെ പണ്ട് ചെറുപ്പകാലത്ത് നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിൻ്റെയൊക്കെ പേര് ഓർത്തെടുക്കാൻ നമുക്ക്, കാരണം നമുക്കിപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ പഴയ കാര്യങ്ങൾ മറന്നു പോകുന്നതിനെയാണ് റിട്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസ്. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നതിനെയാണ് റിട്രോ ആക്റ്റീവ്. റിട്രോ എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മ മറന്നു പോകുന്നു,
പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്ക് മറന്നു പോകുന്നു എന്നുള്ളത്. പ്രോ ഫോർവേഡ്, റിട്രോ ബാക്ക്വേർഡ്. ഓക്കെ, ഇനി ട്രേസ് ഡീകേ തിയറി. ട്രേസ് ഡീകേ തിയറി അറിയപ്പെടുന്നത് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്യൂസ് തിയറി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ട്രേസ് ഡീകേ തിയറി പ്രപ്പോസസ് ദാറ്റ് ലേണിംഗ് കോസസ് ചേഞ്ച് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് മെമ്മറി ട്രേസസ് ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ ഡ്യൂ ടു ലേണിംഗ്. അതായത് നമ്മൾ ഏതൊരു കാര്യം പഠിച്ചാലും അത് നമ്മുടെ ബ്രെയിനിൽ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ ഡ്യൂ ടു ലേണിങ്ങിനെ പറയുന്ന പേരാണ് മെമ്മറി ട്രേസസ്. ഓക്കെ, അപ്പം ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ ഡ്യൂ ടു ലേണിംഗ് ഇസ് കോൾഡ് മെമ്മറി ട്രേസസ്. അപ്പം ഈ പറയുന്ന മെമ്മറി ട്രേസസ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോവില്ലേ, അതുപോലെ തന്നെ മെമ്മറി ട്രേസസ് ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതാണ് അത് വിച്ച് ലീഡ്സ് ടു എന്തിലേക്ക്, ഫോർഗെറ്റിംഗ്. അപ്പം അത് ഒരു ഫോർഗെറ്റിങ്ങിൻ്റെ കാരണമാവുന്നുണ്ട് എന്നാണ് ട്രേസ് ഡീകേ തിയറി പറയുന്നത്. അപ്പം ഇവിടെ വരുന്ന ഒരു ഇതാണ് ലോ ആണ്, അതായത് യൂസ് ഇറ്റ്, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആ ഇൻഫർമേഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലൂസ് ഇറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അത് നഷ്ടപ്പെടും എന്നുള്ളത്. അപ്പം ഇഫ് യു ഡിഡ് നോട്ട് യൂസ് എ സ്റ്റോർഡ് ഇൻഫർമേഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം ദെൻ യു മേ ബി അറ്റ് റിസ്ക് ഓഫ് ലൂസിങ് ഇറ്റ് എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം എന്താ, നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഭാവിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലെ, നമ്മളത് റിഹേഴ്സ് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല, റിവൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻ നമ്മൾ ലൂസ് ചെയ്യുന്നു. അപ്പൊ അതാണ് ട്രേസ് ഡീകേ തിയറി. ആ മെമ്മറി, ഇപ്പൊ ഏതൊരു കാര്യം പഠിച്ചാലും നമ്മുടെ ബ്രെയിനിൽ അതിന്റെ ഓരോ മെമ്മറി ട്രേസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ലോങ് ടേം അത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ആ മെമ്മറി ട്രേസസ് പതുക്കെ ഡീകേ ചെയ്ത് പോകുന്നു. അങ്ങനെ അത് ഫോർഗെറ്റിങ്ങിലോട്ട് ലീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ട്രേസ് ഡീകേ തിയറി പറയുന്നത്. ഇനി വേറൊരു തിയറിയാണ് ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് തിയറി. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലൂ അല്ലെങ്കിൽ ഒരു സിഗ്നൽ, നമുക്ക് കുറച്ചും കൂടി ഓർത്തെടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, സിഗ്നലായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ഏജന്റ്, ഒരു സ്റ്റിമുലസിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ദിസ് തിയറി ഫോർഗെറ്റിംഗ് ക്യാൻ ഓൾസോ ഒക്കർ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് അപ്രോപ്രിയേറ്റ് ക്യൂ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് പുവർ ക്യൂ. അതായത് ഇപ്പം ചിലപ്പം ആവശ്യമായിട്ടുള്ള സിഗ്നൽസിൻ്റെ ഒക്കെ കുറവുകൾ, അല്ലെങ്കിൽ ഉള്ള സിഗ്നൽ കുറച്ച് വീക്കായിപ്പോയി, അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ആ ഇൻഫർമേഷൻ ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമുക്ക് അമ്മ പറഞ്ഞു, നമ്മുടെ അടുത്തൊരു നമുക്കൊരു ലിസ്റ്റ് തന്നിട്ട് പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വാ എന്ന്. അപ്പം നമ്മൾ ആ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, പോണ വഴിക്ക് ആ ലിസ്റ്റ് മിസ് ചെയ്യുകയും ചെയ്തു. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോഴോ നമ്മൾ ഭൂരിഭാഗവും മേടിക്കുന്ന സാധനങ്ങൾ മറന്നു പോവില്ലേ. കാരണം എന്താ, നമുക്ക് ഓർമ്മയില്ല അത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യൂ ഡിപ്പെൻഡൻറ്റ് തിയറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ഒരു ക്ലൂ കൊടുത്തിരുന്നെങ്കിൽ നമുക്കത് ബെറ്റർ ആയിട്ട് ചിലപ്പോൾ ഓർത്തിരിക്കാൻ പറ്റുമായിരിക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പം അമ്മ നമ്മുടെ അടുത്ത് പറയാണ്, അതായത് ആ തന്ന ലിസ്റ്റിൽ ചിലപ്പോൾ ഒരു 2 പച്ചക്കറി മേടിക്കണം എന്നുണ്ടാവാം, അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ ഒരു 3-4 സാധനങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവാം, പിന്നെ ഡിറ്റർജൻസും ഉണ്ടായിരുന്നുണ്ടാവും. അപ്പം നമുക്കത് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ഇപ്പം നമ്മൾ ആ ഒരു ലിസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 2 ഡിറ്റർജൻസ് ഉണ്ട്, 2 പലചരക്ക് സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ 5-6 പച്ചക്കറി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാം. ഇപ്പം റാൻഡമായിട്ട് കുറേ ഒബ്ജക്ട്സ് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നതിലും കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പം ഈ കാറ്റഗറൈസേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കാറ്റഗറൈസേഷൻ അവിടെ ക്യൂ ആയിട്ട് ആക്ട് ചെയ്യാണ്, നമ്മുടെ ആ ഓർത്ത് എടുക്കാൻ നമ്മളെ സഹായിക്കുകയാണ്, നമുക്കൊരു സിഗ്നലായിട്ട് അവിടെ ആക്ട് ചെയ്യാണ്. അപ്പം അതാണ് ഈ ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് തിയറി പറയുന്നത്. അപ്പം അത് ഫോർഗെറ്റിങ്ങിൻ്റെ ചാൻസ് കുറയ്ക്കുകയാണ് അവിടെ. ഓക്കെ, അപ്പം അതിന് ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് തിയറി. ഇനി സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് മെമ്മറി. ഇനി ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മുടെ ഓർമ്മ ശക്തി, നമ്മുടെ ഓർമ്മ കൂട്ടാം എന്നുള്ളതാണ്. അപ്പം
നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ് നിമോണിക്സ് എന്ന്. അപ്പം സൈക്കോളജി പഠിക്കുമ്പോൾ സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ നിമോണിക്സ് എന്ന് പറയുന്നത്. നിമോണിക്സ് എന്നുള്ളൊരു ടേം കേട്ട് കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി ടു എൻഹാൻസ് മെമ്മറി, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓർ ടെക്നീക്സ് ടു എൻഹാൻസ് മെമ്മറി എന്ന് അപ്പം തന്നെ മൈൻഡിൽ വന്നോളൂ. അതായത് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നീക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്ന് നമ്മൾ പറയുന്ന പേരാണ് നിമോണിക്സ്. അതിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് നിമോണിക്സ്. ഓക്കെ, ഇനി 2 ടൈപ്പ് ഓഫ് നിമോണിക്സ് ആണുള്ളത്. ഒന്ന് നിമോണിക്സ് യൂസ് ഇമേജസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ ടു മെമ്മറൈസ് ഇൻഫർമേഷൻ. അതായത് ഇമേജസ്, പടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ മെമ്മറി കൂട്ടാം എന്നുള്ളതും, 2 നമ്മൾ എങ്ങനെ ആ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാമെന്ന്. അപ്പൊ 2 കാറ്റഗറൈസേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നിമോണിക്സ് യൂസ് ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ 2 എണ്ണാണ് വരുന്നത്, മെത്തേഡ് ഓഫ് ലോസൈ ആൻഡ് കീവേഡ് മെത്തേഡ്. മെത്തേഡ് ഓഫ് ലോസൈ എന്ന് പറയുന്നത് പ്ലേസിങ് ഇമേജസ് അറ്റ് ദി ലൊക്കേഷൻ. ഇത് കണ്ടു, ഇപ്പോൾ ഒരു ലിവിംഗ് റൂം എടുത്ത സെറ്റി, ടീപോയ്, അതുപോലെ തന്നെ ഇവിടെ ഓരോരോ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ്, ഒരു പാക്ക് മുട്ട, അതുപോലെ തന്നെ 1 കിലോ തക്കാളി, ടൊമാറ്റോ, അതുപോലെ തന്നെ ഒരു പാക്കറ്റ് സോപ്പ്, ഈ 4 സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കണം. അപ്പൊ ഇത് മറന്നു പോവരുത്. എഴുതി ഒന്നും എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഇത് മറന്നു പോവരുത്, നിങ്ങൾക്ക് ഓർത്തിരിക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ മെത്തേഡ് ഓഫ് ലോസൈ എന്ന് പറയുന്ന ഒരു ടെക്നീക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലം എടുക്കുക, ഒരു ലൊക്കേഷൻ, അതെടുത്തിട്ട് നമ്മൾ ഓരോ സാധനത്തിനെ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അതായത് ഇപ്പൊ ബ്രെഡും മുട്ടയും നമ്മൾ അടുക്കളയിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ, തക്കാളി ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതുപോലെ തന്നെ സോപ്പ് ബാത്റൂമിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഓർക്കുന്ന വഴി, ആ വീട് ഓർക്കുന്ന വഴി ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമുക്ക് ഓർമ്മ വരും. അപ്പൊ നമ്മൾ ഒരു സാധനം പോലും മിസ് ഔട്ട് ചെയ്യാണ്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് മെത്തേഡ് ഓഫ് ലോസൈ, പ്ലേസിങ് ഇമേജസ് അറ്റ് ദ ലൊക്കേഷൻ. ഓക്കെ, ഓരോരോ ലൊക്കേഷനിലും നമ്മൾ ഓരോ സാധനങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ് ഓഫ് ലോസൈ പറയുന്നത്. ഇനി കീവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പം എക്സാമ്പിൾ പറയും, നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ആ ഫോറിൻ ലാംഗ്വേജിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്ത്, അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കും. അപ്പൊ ആ ഫോറിൻ ലാംഗ്വേജ് പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിന് ഇപ്പോ പാറ്റോ, PATO, പാറ്റോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് വേർഡ് നമുക്ക് ഓർത്ത് വെക്കണം. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡക്ക്, അതായത് താറാവ് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇംഗ്ലീഷ് വേർഡിന് കുറച്ചുകൂടി അതിന് സിമിലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡാണ് പോട്ട്, POT, പോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ കണക്ട് ചെയ്യാണ്. അതായത് എ പാറ്റോ സ്വിംസ് ഇൻ ദ പോട്ട് എന്നുള്ളത്. അതായത് പാറ്റോ എന്ന് പറയുന്നത് എന്താണ്? ഡക്കാണ് അല്ലെ? അത് ഒരു പോട്ടിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ് അവിടെ. അപ്പം പാറ്റോ ഡക്ക് സ്വിംസ് ഇൻ ദ പോട്ട്, അതായത് ഒരു കുടത്തില്. അപ്പൊ നമുക്ക് പാറ്റോ എന്ന് പറയും. ഇപ്പൊ പോട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഡക്ക് ഉണ്ട് എന്ന് ഓർമ്മ വരുമ്പോ തന്നെ എന്ത് പറ്റുന്നു? പാറ്റോ എന്നുള്ള വാക്ക്, പാറ്റോ എന്നുള്ള വാക്ക് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കീവേഡ്. അവിടെ ആ പോട്ട് എന്നുള്ള വാക്കാണ് ഇവിടെ കീവേഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം പാറ്റോ എന്നുള്ള വാക്ക്, ഇപ്പൊ നമുക്ക് എന്തൊരു കാര്യം പഠിക്കണമെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു വാക്ക് കണ്ടുപിടിക്കുക. ആ വാക്ക് അവിടെ നമുക്ക് കീവേഡ് ആയിട്ട് ആക്ട് ചെയ്യാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു വാക്ക് നമുക്ക് ഓർമ്മ വരുന്ന രീതിയിൽ, അതാണ് കീവേഡ് മെത്തേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നിമോണിക്സ് യൂസിങ് ഓർഗനൈസേഷൻ. നമ്മൾ എങ്ങനെ നമ്മുടെ ഇൻഫോർമേഷൻ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മെമ്മറി ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത്. അതിൽ ആദ്യമേ വരുന്നതാണ് ചങ്കിങ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ടു പീസസ്. അതായത് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി അതിനെ കുട്ടി പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ചങ്കിങ്. ആ പീസസിനെയാണ് നമ്മൾ ചങ്ക്സ് എന്ന് പറയുന്നത്, CHUNKS, ചങ്ക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു നമ്പർ തന്നെ നോക്കിയേ, 19391945. ഈ ഒരു നമ്പർ
പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ഇയർ ആയിട്ട് അല്ലെങ്കിൽ ഇത് ഒരു 2 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. 1939, 1945. അപ്പൊ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ഈ നമ്പർ ഓരോന്നായിട്ട് പഠിക്കുന്നതിനേക്കാളും ഓർത്തിരിക്കാൻ എളുപ്പം ഏതായിരിക്കും, ഇതൊരു വർഷമായിട്ട് ഒരു സംഖ്യയായിട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ എളുപ്പമാണ് അല്ലെ. അപ്പം ഇപ്പം സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ടഡ് ഇൻ 1939 ആൻഡ് എൻഡഡ് ഇൻ 1945 എന്നൊരു ക്ലൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും പറയുന്ന ഓരോ അക്കവും ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഓരോ ചങ്ക്സ് ആയിട്ട്, ഇവിടെ ഇപ്പൊ 2 ചങ്ക് ആയിട്ടാണ് ഒരു ഇൻഫർമേഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഓരോ ഇൻഫർമേഷൻ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ഓരോ മെത്തേഡ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഏതൊരു കാര്യം പഠിച്ചാലും നമുക്കിപ്പോ കുട്ടി പീസസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ഓർത്തിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ നിമോണിക്സ് യൂസിങ് ഓർഗനൈസേഷനിലെ ചങ്കിങ് എന്ന് പറയുന്ന ടെക്നിക്ക് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫസ്റ്റ് ലെറ്റർ ടെക്നീക്ക്. ഫസ്റ്റ് ലെറ്റർ ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ട് നമ്മൾ ഒരു വാക്ക് ഉണ്ടാക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. ഇപ്പം വിബ്ജിയോർ, ഈ പറയുന്ന റെയിൻബോന്റെ കളേഴ്സ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ. അപ്പൊ ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്നൊരു ടേം, ഒരു വാക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വിബ്ജിയോർ എന്ന് പറഞ്ഞ വാക്ക് കാണുമ്പോൾ തന്നെ ഈ എല്ലാ കളേഴ്സും നമുക്ക് ഓർമ്മ വരുന്നു. അപ്പൊ അതാണ് ഫസ്റ്റ് ലെറ്റർ ടെക്നിക്ക്. ഇപ്പൊ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, പ്ലാനറ്റ്സിന്റെ പേരൊക്കെ മറക്കാതിരിക്കാനായിട്ടുള്ളൊരു സെന്റൻസ് ആണിത്. മേരീസ് വയലറ്റ് ഐസ് മേക്ക് ജോൺ സ്റ്റേ അപ്പ് നൈറ്റ്സ് പോണ്ടറിങ്. ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ എടുത്ത് നമുക്ക് എല്ലാ പ്ലാനറ്റ്സും ഓർമ്മ വരും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ലെറ്റർ ടെക്നിക്ക്. ഇനി നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് മെമ്മറി ഇൻ എവറി ഡേ ലൈഫ്. അതിൽ വരുന്നതാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഓരോ ലൈഫ് ഈവൻറ്റ്സ്, നമ്മുടെ ബർത്ത്ഡേ, ഫെയർവെൽ, ഫ്രഷേഴ്സ് ഡേ, അതുപോലെ തന്നെ പിന്നെന്താ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലെ മെയിൻ ആയിട്ട് എല്ലാ ലൈഫ് ഈവൻറ്റ്സും ഓർത്ത് വയ്ക്കുന്നതാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം എപ്പിസോഡിക് മെമ്മറി നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. എപ്പിസോഡിക് മെമ്മറിയുടെ കാറ്റഗറി തന്നെ, അത് തന്നെയാണ് എന്ത് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ലേഡി ചിന്തിക്കുന്ന കണ്ടോ, ഇപ്പം ദൈവം ഇങ്ങനെ പ്രപ്പോസ് ചെയ്തതിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്താന്ന് തോന്നുന്നു. പിന്നെ അവര് ഫാമിലി ആയിട്ട് പോകുന്നത്, പ്രൈസ് കിട്ടിയ ദിവസം, കുഞ്ഞുണ്ടായ ദിവസം. അപ്പൊ ഈ ഓരോരോ ലൈഫ് ഈവൻറ്റ്സ് ഓർത്തിരിക്കുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെമ്മറിയാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തന്നെ ഒത്തിരി പേരുടെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ടല്ലേ. മെയിനായിട്ട് എന്താ അതിൽ നടക്കുന്നത്, അവരുടെ ലൈഫ് ഈവൻറ്റ്സ് ആണല്ലേ ആ ഒരു ബുക്കിലൂടെ അവർ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫോൾസ് മെമ്മറി. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നടന്നു എന്ന രീതിയിൽ വിശ്വസിക്കുന്നതാണ് ഫോൾസ് മെമ്മറി. ചിലപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പോവാം എന്നുള്ളതാണ് ഫോൾസ് മെമ്മറി. നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് എ മെമ്മറി ഓഫ് ആൻ ഈവന്റ് ദാറ്റ് നെവർ ഹാപ്പൻഡ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മെന്റൽ എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് മിസ്റ്റേക്കൻലി ടേക്കൺ ടു ബി എ വെർഡിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഈവന്റ് ഫ്രം വൺസ് പേഴ്സണൽ പാസ്റ്റ്. ഓക്കെ, ഒരു പിക്ക് ഉണ്ടോ, ഡിഡ് ദാറ്റ് റിയലി ഹാപ്പൻ, ശരിക്കും നടന്നോ, ഒരു കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്, അങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ നടന്നതായിട്ട് നമ്മുടെ മനസ്സ് സങ്കല്പിക്കുന്നതാണ് ഫോൾസ് മെമ്മറി എന്നുള്ളത്. ഓക്കെ, ഇനി വരുന്നതാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി. മെമ്മറീസ് ഓഫ് ഇമോഷണലി ചാർജ്ഡ് ഈവൻറ്റ്സ്. ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറഞ്ഞ ഒരു ഇമോഷണലി പ്രൊവോക്കിംഗ് ആയിട്ട് ഒരു ഈവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ഈവൻറ്റിനെ പറ്റി പറയുമ്പോൾ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലോട്ട് ഒരു ഫ്ലാഷ് ബൾബ് പോലെ, ഒരു പിക്ചർ, ഒരു ഫോട്ടോഗ്രാഫ് പോലെ നമ്മുടെ മനസ്സിൽ മിന്നിക്കത്തി വരാ എന്നുള്ളതാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം എന്ന് വെച്ചാൽ 2018 വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തവർക്ക് ആ വെള്ളപ്പൊക്കത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ അന്ന് അവിടെ നടന്ന കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷനും അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ മനസ്സിലോട്ട് പെട്ടെന്ന് തെളിഞ്ഞു വരും അല്ലേ. എന്താണ് ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുന്നത്. ഒരു പിക്ചർ പോലെ, റിയൽ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് പോലെ അവരുടെ മനസ്സിലോട്ട് തെളിഞ്ഞു വരുന്നതിനെയാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി. ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് സ്റ്റിമുലൈ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും മനസ്സിലോട്ട് ഒരു ഫ്ലാഷ് ബൾബ് പോലെ തെളിഞ്ഞു വരുന്നതിനെയാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി.
എന്ന് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയുടെ ഒരു പാർട്ടാണ്. കാരണം ഇതും നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണല്ലോ ഈ ഫ്ലാഷ് ബൾബ് പോലെ വരുന്നത്. അപ്പം അതും ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയുടെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി ഇല്ലാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അതായത് അംനീഷ്യ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. അത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടില്ല. പക്ഷെ അംനീഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഇപ്പോൾ കാര്യമായിട്ടൊരു ഇഞ്ചുറി സംഭവിക്കുമ്പോൾ നമ്മുടെ കുറേ ഇൻഫോർമേഷൻസ് അവിടെ ലോസ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ലോസ് ഓഫ് മെമ്മറി ലോസിനെയാണ് നമ്മൾ അംനീഷ്യ എന്ന് പറയുന്നത്. ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങളെ ഒരു റെഫറൻസിന് പറഞ്ഞതാണ്. അപ്പം അതാണ് അംനീഷ്യ എന്ന് പറയുന്നത്. അംനീഷ്യ തന്നെ 2 തരത്തിലുണ്ട്. ആൻഡ്രോഗ്രേഡ് അംനീഷ്യ ഉണ്ട്, റിട്രോഗ്രേഡ് അംനീഷ്യ ഉണ്ട്. ആൻഡ്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇമോഷൻ ഒരു കാര്യമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു, അപ്പൊ അതിന് ശേഷം വരുന്ന കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആൻഡ്രോഗ്രേഡ് അംനീഷ്യ. ഇപ്പം നമിത പ്രമോദിന്റെയും അതുപോലെ വിനീത് ശ്രീനിവാസന്റെയും ഒരു സിനിമയുടെ ഓർമ്മയുണ്ടോ ഈ മുഖം, അതിൽ നമിത പ്രമോദിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പിന്നെ നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും നമിത പ്രമോദിന് ഓർമ്മയില്ല അല്ലെ. അവൾ അതിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കാണ് ഡെയിലി അവൾക്ക് നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതാണ് ആൻഡ്രോഗ്രേഡ് അംനീഷ്യ. ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് സ്റ്റിമുലൈ, ഒരു വലിയൊരു കാര്യം അവളുടെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നീട് വരുന്ന ഒരു കാര്യം അവൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ആൻഡ്രോഗ്രേഡ് അംനീഷ്യ. പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് താനും. ഓക്കെ, ഈ റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റിന് മുമ്പേ നടന്ന കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്തതാണ് റിട്രോഗ്രേഡ്. ബാക്ക്വേർഡ് മെമ്മറീസ് ഒക്കെ മറന്നു പോകുന്നതാണ് റിട്രോഗ്രേഡ് അംനീഷ്യ എന്നുള്ളത്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്, പക്ഷെ അത് ഈ മെമ്മറി എന്നുള്ളൊരു ടോപ്പിക്കിൽ വരുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു നമുക്ക് സൈക്കോളജി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം ആനിമൽസിൽ നിന്ന് നമ്മളെ ഡിസ്റ്റിങ്ക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മെമ്മറി എന്ന് പറയുന്നത് അല്ലെ. ആനിമൽസിന് അങ്ങനെ നമ്മുടെ പോലെ മെമ്മറി ഓർത്തെടുത്ത് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല അല്ലെ. അപ്പോൾ എന്താണ് അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മെമ്മറി, തിയറീസ് ഓഫ് മെമ്മറി, അതുപോലെ സ്ട്രാറ്റജീസ് ടു എൻഹാൻസ് മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പം ഫർദർ ആയിട്ട് വായിക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് യൂണിറ്റ് ആയിട്ട് വരാം. താങ്ക്